തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുണ്ട് സോളാറിൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട് ആൾക്കാരുടെ? ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞത് ഓർമ്മയുണ്ട്, ഒരു EV കാറൊക്കെ ഉള്ള ഒരു വീട്ടിലൊക്കെ ചെയ്തതും അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞതൊക്കെ. ടോട്ടലി നോക്കുകയാണെങ്കിൽ തൃശ്ശൂരുകാരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? എന്താ പറയുക, തൃശ്ശൂര് എന്നല്ല, കേരളത്തില് എറണാകുളം, തൃശ്ശൂര്, മലപ്പുറം, പിന്നെ അതിനെ താഴേക്ക് മറ്റു ഡിസ്ട്രിക്റ്റുകളിലായിട്ട് വരും. ഇപ്പം കാസർഗോഡും വയനാടൊക്കെയാണ് കുറച്ച് കുറഞ്ഞു നിൽക്കുന്നത്. ഇപ്പം ഈ സബ്സിഡി പ്രോജക്റ്റ് വരുമ്പോൾ കേരളം ഇന്ത്യയിൽ 10th പൊസിഷനിൽ പോലും ഉണ്ടായിരുന്നില്ല. ഔട്ട് ഓഫ് 10ലാണ് കിടന്നിരുന്നത്. ഇപ്പം എന്ന് പറയണത് 4th പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ മുകളിൽ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ 8ഉം 10ഉം ഇരട്ടിയുള്ള സ്റ്റേറ്റുകളാണ്. വീടുകളുടെ എണ്ണത്തിലായാലും കമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുടെ എണ്ണത്തിലായാലും എനർജി റിക്വയർമെന്റ് ആയാലും നമ്മുടെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പ് എന്ന് തന്നെ പറയാം. അതൊരു 3-4 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങള് ആക്സെപ്റ്റ് ചെയ്ത പോലെ ഇന്ത്യയിൽ വേറെ ആരും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന ആരാണ്? അപ്പോ ഗുജറാത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇൻഡസ്ട്രികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് അതാണ്. അവിടെ ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിലൊക്കെ ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോളാറിന്. അപ്പൊ അവിടെയൊക്കെ മെഗാവാട്ട് പ്രോജക്റ്റുകളും പിന്നെ വലിയ വലിയ പ്ലാന്റുകളൊക്കെ ഇൻഡസ്ട്രികളിലൊക്കെ ഒരുപാട് അങ്ങനെ അവർക്ക് സോളാറിൽ കുറെ എത്താൻ പറ്റിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായി അവെയറാണ്. ആളുകൾ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഒരു വലിയൊരു വിഭാഗം ആളുകൾ വരാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കാലത്തേക്ക് നല്ലൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സോളാർ എന്റർപ്രണേഴ്സൊക്കെ.